നമുക്ക് അച്ചമ്മച്ചിന്ന് വരും. അന്നേരത്തേന് അച്ചമ്മച്ചിക്കുള്ള പണിയെല്ലാം കൂടെ ഉണ്ടാക്കി വെക്കുക നമ്മള് വരുമ്പോ. വാഴയ്ക്ക വറക്കാറുണ്ട്. ചാക്ക് കിട്ടി. നാടൻ കൊല ഇവിടുന്ന് തോട്ടത്തിൽ വന്ന് വെട്ടിയതാ. ഇനി ഇത് കൊണ്ടുപോയി വറക്കാൻ വെക്കണം. നോക്കണ്ടേ, തൂക്കം നോക്കണ്ടേ. ഇങ്ങനെയാണ് വറക്കുന്നത്. തിരിച്ചല്ല. വറക്കാനുള്ള ഏത്തക്ക കിട്ടി. ഇനി വെളിച്ചെണ്ണ വാങ്ങിക്കണം, ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ വാങ്ങിക്കണം, മില്ലിൽ കയറാം അല്ലേ. മില്ലിൽ പോയി മില്ലിന്ന് എണ്ണ എടുക്കണം. കുറേ സാധനങ്ങളും കൂടെ എടുക്കാനുണ്ട്. ചക്ക വറക്കാനുള്ള അതും എണ്ണ ഇല്ലല്ലോ, എണ്ണ വാങ്ങിക്കണ്ടേ. വെളിച്ചെണ്ണ വാങ്ങിക്കണം. എല്ലാം വാങ്ങിച്ചോണ്ട് പോകാം. വേറെന്തോ കപ്പ വറുത്തത് വേണം. നല്ല കപ്പ എവിടെയാ ഉള്ളതെന്ന് നോക്കി പോണേ. നല്ല കപ്പ ഇവിടെ പറിക്കുന്നിടത്തൊക്കെ തീർന്നു. നോക്കാം, 1-2 നമുക്ക് പോയി നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട്? 5-8 ദിവസം നാട്ടിൽ പോയി അടിച്ചു പൊളിച്ചു. ആണോ? ഒരു 4 കല്യാണത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. 4 കല്യാണം എല്ലാം കഴിഞ്ഞു. ഏതായാലും അമ്മ വന്നതിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മഴയുണ്ട് കേട്ടോ. അങ്ങനെ ഐശ്വര്യമുള്ള മഴ പെയ്യും. നല്ല ഇത് ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ 2 ദിവസമൊക്കെ ഒന്ന് പെയ്ത് ചെറുതായിട്ടൊന്ന് പോയതേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ലപോലെ പെയ്യാം. പക്ഷെ അവിടെ നല്ല മഴ പെയ്യും. ആണോ? അയ്യോ, പിന്നെ ഈ 2 ദിവസം മെനിഞ്ഞാന്ന് അതിന്റെ നിലത്തു ഞാൻ പെരുമഴയായിരുന്നറിയാവോ? ആണോ? അപ്പം ചക്ക വറുത്തെല്ലാം കൊണ്ടുവന്നില്ലേ? പിന്നെ ചക്ക വറുത്ത ഒരു ലോഡുണ്ട്. 10-20 കിലോ കാണും. അത് കിട്ടിയ സമയം കൊണ്ട് വറുത്ത് കയറ്റിയതും അവിടുന്ന് കുറെ ചക്ക അവിടുന്ന് വറുത്തായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തു വെച്ചേ, എല്ലാം കൂടെ എടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് അയക്കാനുള്ളവർക്കെല്ലാം അയക്കണം. അടുത്ത ട്രിപ്പ് എന്നാ? അടുത്ത ട്രിപ്പ് ഒരു തൊടുപുഴയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. കുഞ്ഞി അച്ചമ്മച്ചി വന്നപ്പോ തൊട്ടാ ആലോചിക്കുന്നതാണേ, അടുത്ത ട്രിപ്പ് എന്നാ, അടുത്ത എങ്ങോട്ടാ? 2 മാസമായിട്ട് നമ്മക്ക് അവധി, കറങ്ങുന്ന അച്ചമ്മച്ചി. അതെ അതെ, അച്ചമ്മച്ചി ആവശ്യം ഉണ്ടായിട്ടല്ലേ കറങ്ങുന്നേ. കുഞ്ഞി സ്കൂൾ അടച്ചപ്പോഴേ കറങ്ങാൻ നോക്കിയിരുന്നു, പക്ഷെ കറങ്ങിയത് മൊത്തം അവര് കാര്യം ചെയ്യാം. തൊടുപുഴ നമുക്കൊരു ഫംഗ്ഷൻ ഇല്ലേ, ഞായറാഴ്ച എല്ലാവർക്കും കൂടെ പോകാം. ഫംഗ്ഷനൊക്കെ തൊടുപുഴ വഴി ഗോവയ്ക്ക് പോകാൻ വയനാടല്ലായിരുന്നോ? അല്ല, അത് അവര് കല്യാണം കഴിഞ്ഞ് ഇന്ന് വന്നു. തൊടുപുഴയാണോ? തൊടുപുഴ അതിന്റെ ഫംഗ്ഷൻ. കല്യാണം വയനാട്ടിലായിരുന്നു. എളുപ്പമായിരുന്നു അത് പോകാൻ പറ്റിയില്ലല്ലോ. കുഞ്ഞി അതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അത് നടന്നില്ലല്ലോ. തൊടുപുഴ വഴി പോവാം. അതെ, തൊടുപുഴ വഴിയും ഗോവയ്ക്ക് പോകാമല്ലോ. നമുക്ക് ഏത് വഴി പോയാലും കുഴപ്പമില്ല, ഗോവ ചെന്നാ മതിയല്ലോ. അല്ല, ഇപ്പൊ നല്ല മഴ പെയ്തില്ലേ? നല്ല മഴ പെയ്തുകൊണ്ട് എനിക്ക് കടുങ്കാപ്പി മതി. കടുങ്കാപ്പി ഒരാൾക്ക് തന്നെ പാലോ? 5 പേർക്ക് 5 കളർ സാധനങ്ങൾ. അതെ അതെ, അത് സത്യമാണല്ലോ. അപ്പൊ 4 മണിക്കാപ്പി കുടിക്കാനേ ഈ പഴവും ചക്ക വറുത്തതും കട്ടയപ്പവും ഒരു കളറായത് കണ്ടോ, മഴയൊക്കെ പെയ്തേ. അങ്ങനെയാ, നല്ല മനുഷ്യരാ ഞാന്. കണ്ടോ, മഴ പോലും എന്നെ അംഗീകരിച്ചു. മഴയും കട്ടൻ കാപ്പി ചക്ക വറുത്തതും പഴവും. കട്ടൻ കാപ്പി അങ്ങനെ അല്ലല്ലോ, ഇപ്പൊ ഇങ്ങനെയാണല്ലോ. ശരിക്കും അങ്ങനെയാണ്. ഇതിപ്പോ ശരിക്കും പെണ്ണ് കാണാൻ പോയിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ചേട്ടാസനം കുഞ്ഞി പോയോ? ഇല്ലല്ലോ, പോകാൻ ഒരുങ്ങുവാന്ന് തോന്നുന്നു. പോപ്പി, ഞാൻ എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കിയിരിക്കും, എന്നെ കൊണ്ടുപോകാതെ എങ്ങോട്ടെങ്കിലും പോകാനല്ലേ. നിങ്ങൾ അവിടെ പോയി സിപ്ലയിലൊക്കെ കേറിയില്ലേ? എനിക്കും കേറണം. കൊണ്ടുപോകാല്ലേ? അമ്മ കേറിയില്ലേ? അമ്മ കേറി, അമ്മയ്ക്ക് പേടിയാണ്. എന്നാ പേടിക്കാന്? വേണേ കേറി പോണായിരുന്നു. ഒരു തലകറക്കവും ഇല്ല, സുഖമായിട്ട് അങ്ങ് തന്നെ. എനിക്കൊരു പേടിയില്ല. അടുത്ത പ്രാവശ്യം എടാ എനിക്ക് എന്നെ ഒന്ന് കണ്ടോ കേട്ടോ കേട്ടോ, എനിക്ക് പോണം. അയ്യോ, എനിക്ക് ഒരു തിരിച്ചു വരുന്ന മഴ പേടിയായിരുന്നു. ഞാനും വള്ളി പൊട്ടിപ്പോയാ. ഞാൻ മലമ്പുഴ പോയപ്പോ അതേ കയറിയില്ല. അത് റോപ്പയാ. ഇതും മറ്റേ കമ്പിയല്ലേ? നല്ല കമ്പിയല്ല. മഴയൊക്കെ ആയിട്ടേ വീണ്ടും പെയ്യാൻ തുടങ്ങി മഴ.
അതെ, തണുപ്പോ ചെറിയ തണുപ്പ് വരാൻ തുടങ്ങിയല്ലേ, കഥ തുറന്നിട്ടാല്. ആ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ടേ ബിരിയാണി കഴിച്ചാലോ? ചൂട് ബിരിയാണി ഇന്നലെ അവിടെ കോർത്തോട്ടിൽ ചെന്നപ്പം അച്ചമ്മച്ചിയുടെ ആന്റി ഉണ്ടാക്കി തന്നെ വിട്ടതാ ബിരിയാണി. ഉച്ചക്ക് കഴിച്ചു, വൈകുന്നേരം കഴിച്ചു, ഇനി നാളെ ഉച്ചയ്ക്കും കൂടെ ഉള്ളതുണ്ട്. അത്ര ഉണ്ടോ? അത്രയും കൂടെ ഉണ്ട് ഇനി. ഇപ്പൊ ചൂടാക്കിയാലും പെട്ടെന്ന് അനുഭവിക്കും. ആ എല്ലാവരെയും വിളിച്ചു ഇപ്പം തന്നെ കഴിച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ സ്പെഷ്യലായിട്ട് ചോറിന് കാന്താരി ഇന്ന് പറമ്പിൽ നിന്ന് നല്ല കാന്താരി വെച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാരും ചോറുണ്ണുമായിരിക്കും. അതെ, ഇനിയിപ്പോ ബിരിയാണിക്കും കൂടെ കാന്താരി ആയിരിക്കും കൂട്ടുന്നത്. വിളിച്ചോണ്ട് വാ. ഇനി എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് കഴിച്ചോന്ന്. പിന്നെ ഒരു അലങ്കാരത്തിന് ഒരു ഓംപ്ലേറ്റ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അലങ്കാരത്തിനാണ് ഈ ഓംപ്ലേറ്റ് വെച്ചത്. നല്ല മഴയൊക്കെ പറഞ്ഞ നല്ല സെറ്റായി. പോപ്പി ഇപ്പോൾ വരും. നമ്മുടെ 4 മണി പലഹാരം എല്ലാം കഴിഞ്ഞിട്ടേ ഇപ്പം രാത്രിയായി. ഇടയ്ക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു, പെയ്യുന്നുണ്ട്, കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഏതായാലും വൈകുന്നേരമായി. നമുക്കെന്നാൽ പിന്നെ കഴിച്ചേക്കാം. എല്ലാവരും അവരവരുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇരുന്നു. നല്ല കാന്താരി. ഞങ്ങൾക്ക് 2 പേർക്കും ചോറും കാന്താരി മാങ്ങാപ്പഴം മാമ്പഴ പുളിശ്ശേരിയാണല്ലേ? മാമ്പഴ പുളിശ്ശേരി. കൊള്ളാം. നല്ല നാടൻ മാങ്ങയാണല്ലോ, ചെറിയ മാങ്ങ. കോരിത്തോട്ടിൽ നിന്നും കൊണ്ടുവന്ന നല്ല മാങ്ങാപ്പഴം. ആണോ? പിന്നെ അവിടെ ചെന്നപ്പോ എത്ര പേരാ മാങ്ങാ തരാൻ. എനിക്ക് അതിനകത്തെല്ലാം ഇഷ്ടപ്പെട്ട സാധനം ഇതാ കേട്ടോ, കാന്താരി. എന്നിട്ട് എത്രയും ദിവസം അവിടെ പഴുത്ത് തന്നിട്ട് പറിച്ചുകൊണ്ട് വന്നില്ലല്ലോ? ഇന്ന് നമ്മൾ പോയി പറിച്ചില്ലേ? അത് കൊള്ളാം. നമ്മുടെ പറമ്പിലാണോ? എന്നാണേലും ഇത്രയും ദിവസം പെയ്യാതിരുന്നിട്ടേ ഇന്ന് ഏതായാലും നല്ല തകർത്ത മഴ പെയ്തു കേട്ടോ. മഴ പെയ്യുമ്പോൾ നല്ലൊരു ഉറങ്ങാം. ഇപ്പോഴത്തെ കാലാവസ്ഥ എനിക്ക് ഏറ്റവും ഇഷ്ടം. രാവിലെ തൊട്ട് ഒരുമാതിരി ഉച്ച കഴിയുന്നിടം വരെ വെയില്, അത് കഴിഞ്ഞ് കിടന്ന് നല്ലപോലെ ഉറങ്ങാൻ വേണ്ടി മഴ. കൊള്ളാല്ലേ, നല്ല പരിപാടിയാണ്. ഇനിയിപ്പോൾ രാവിലെ നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടേ ഇന്നത്തെ പണികൾ അങ്ങ് തുടങ്ങാം. വന്നിട്ട് ഇനി കപ്പ വറക്കണം, ഏത്തയ്ക്ക വറക്കണം, ഒത്തിരി പണികളുണ്ട്. പോപ്പിക്ക് പാക്കിംഗ് ഉണ്ട്, ചമ്മന്തി പൊടിക്കണം. അപ്പോൾ രാവിലെ എന്നാ പോയിട്ട് വരാം. എന്നാ നിങ്ങളുടെ കലാപരിപാടികളൊക്കെ എവിടം വരെയായി? വറക്കൊക്കെ കഴിഞ്ഞു? കപ്പ വറുത്ത് വെച്ചു, ഏത്തയ്ക്ക വറുത്തു, പിന്നെ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ ഇരണ്ടിക്കൊണ്ടിരിക്കുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചോറുണ്ടിട്ട് വറക്കാൻ തുടങ്ങാം. അതല്ലേ, എന്നാൽ പിന്നെ കഴിച്ചേക്കാം. ഇന്ന് രാവിലെ തുടങ്ങിയ പണികളായിരുന്നു. ചിപ്സ് ഉണ്ടാക്കി, കപ്പ വറുത്തു, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. രാത്രി സമയം 10:30ആയി. ഇനിയിപ്പം പാക്കിംഗ് സെക്ഷനിലേക്ക് നമുക്ക് പോപ്പി ഏൽപ്പിക്കാം. രാവിലെ ചെയ്യട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ്.